നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ്. T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഇതിഹാസ താരമായ സൂര്യകുമാർ യാദവ് നിലവിൽ ഈ ഫോർമാറ്റിൽ ടീമിന്റെ നായകനുമാണ്. 2021 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സൂര്യകുമാർ ഇതിനകം 3 ഫോർമാറ്റുകളിലും ഇന്ത്യക്കായി കളിച്ചു കഴിഞ്ഞു. അതേസമയം T20 ടീമിൽ മാത്രമാണ് സൂര്യകുമാറിന് സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏകദിനത്തിലും ടെസ്റ്റിലും നിലവിൽ ഇന്ത്യൻ ടീമിന് വെളിയിലാണ് സൂര്യകുമാർ. എന്നാൽ ഇപ്പോൾ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തുന്നത് ലക്ഷ്യമിട്ട ഒരു പ്രധാന ടൂർണമെന്റിൽ കളിക്കാനൊരുങ്ങുകയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയോട് സംസാരിക്കവേ 3 ഫോർമാറ്റുകളിലും ഇന്ത്യക്കായി കളിക്കാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയ സൂര്യകുമാർ യാദവ് ബുച്ചിബാബു ട്രോഫിയിൽ കളിക്കുന്നത് ഈ സീസണിലെ റെഡ് ബോൾ ടൂർണമെന്റുകൾക്കായുള്ള മികച്ച മുന്നൊരുക്കമാകുമെന്നും വ്യക്തമാക്കുകയായിരുന്നു. ബുച്ചിബാബു ട്രോഫിയിൽ മുംബൈ ടീമിന് വേണ്ടിയാണ് സൂര്യകുമാർ യാദവ് കളത്തിലിറങ്ങുക. ഈ ടൂർണമെന്റിൽ കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് സൂര്യകുമാർ യാദവ് സ്വയം മുന്നോട്ട് വരികയായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മുംബൈയുടെ ചീഫ് സെലക്ടറായ സഞ്ജയ് പട്ടീലും വ്യക്തമാക്കിയിരുന്നു. ടെസ്റ്റ് ടീമിലേക്ക് ഏതു വിധേനയും തിരിച്ചെത്തുകയാണ് ഈ നീക്കത്തിലൂടെ സൂര്യകുമാർ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ്. ഇന്ത്യക്ക് വേണ്ടി ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ മാത്രമാണ് സൂര്യകുമാർ യാദവ് കളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ഇത്. 8 റൺസ് മാത്രമാണ് ഈ കളിയിൽ താരത്തിന് നേടാനായത്. ഇതിനുശേഷം പരിക്കിനെ തുടർന്ന് ടീമിൽ നിന്ന് പുറത്തായ സൂര്യകുമാർ യാദവിന് പിന്നീട് ടെസ്റ്റ് സംഘത്തിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല. അടുത്ത മാസം 19-ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കമാവുകയാണ്. ഇതിനു മുൻപ് നടക്കാനിരിക്കുന്ന ബുച്ചിബാബു ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് അദ്ദേഹം വീണ്ടും പരിഗണിക്കപ്പെട്ടേക്കും. തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷനാണ് ബുച്ചിബാബു ട്രോഫിയുടെ സംഘാടകർ. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 11 വരെ തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ, സേലം, കോയമ്പത്തൂർ, തിരുനെൽവേലി എന്നിവിടങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുക. 10 സ്റ്റേറ്റ് ടീമുകൾ അടക്കം മൊത്തം 12 ടീമുകളാണ് ഈ ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. 4 ദിന മത്സരങ്ങളാണ് ബുച്ചിബാബു ട്രോഫിയിലുള്ളത്. വിജയികൾക്ക് 3 ലക്ഷം രൂപയും റണ്ണറപ്പുകൾക്ക് 2 ലക്ഷം രൂപയും സമ്മാന തുകയായി ലഭിക്കും. സർഫറാസ് ഖാൻ നയിക്കുന്ന മുംബൈ ടീമിലാണ് സൂര്യകുമാർ കളിക്കുക. ജാർഖണ്ഡിനായി ഇഷാൻ കിഷനും ഈ ടൂർണമെന്റിൽ ഇറങ്ങുമെന്ന സൂചനകളുണ്ട്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള ബാറ്ററാണ് സൂര്യകുമാർ യാദവ്. മുംബൈയുടെ സൂപ്പർ താരമായ അദ്ദേഹം ഇതുവരെ 82 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. ഇതിൽ 43.62 ബാറ്റിംഗ് ശരാശരിയിൽ 5628 റൺസ് താരം സ്കോർ ചെയ്തിട്ടുമുണ്ട്. 14 സെഞ്ചുറികളും 29 അർദ്ധ സെഞ്ചുറികളും സൂര്യകുമാർ യാദവ് നേടിയിട്ടുണ്ട്. ഹർദിക് പാണ്ഡ്യയെ പിന്തള്ളിയാണ് സൂര്യകുമാർ T20 ടീമിന്റെ നായക സ്ഥാനത്തേക്ക് എത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അടുത്ത ക്യാപ്റ്റനാകുമെന്ന് കരുതപ്പെട്ടിരുന്ന പ്ലെയറായിരുന്നു ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ. ഇന്ത്യ കിരീടം ചൂടിയ ഇത്തവണത്തെ T20 ലോകകപ്പിൽ ടീമിന്റെ ഉപനായകനായിരുന്ന ഹർദിക്കിന് പക്ഷേ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് നേതൃത്വ സ്ഥാനം നഷ്ടമായത്. ഗൗതം ഗംഭീർ പരിശീലകനായി എത്തിയതോടെയായിരുന്നു ഇത്. സൂര്യകുമാർ യാദവിനെ T20 ടീമിന്റെ നായകനായും ഗില്ലിനെ ഉപനായകനായും ടീം ഇന്ത്യ തെരഞ്ഞെടുക്കുകയായിരുന്നു.